എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. അപ്പോ നമ്മളൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഉപവാസത്തിൽ ഈ ഫ്രൈഡേ വിസിറ്റത്തിലേക്ക് കയറാണ്. അപ്പോൾ ഈ ഉപവാസം കൊണ്ടാണ് 2 ആഴ്ച നമുക്ക് ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടി ഒഴിവാക്കേണ്ടി വന്നത്. അപ്പോൾ പഴയ ആളുകൾക്ക് അറിയാം, നമ്മൾ ഈ ഉപവാസം എന്നുള്ള ഒരു കാര്യം നമ്മളിവിടെ നമ്മുടെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്, ഒളിമ്പസിന്റെ ജീവിതശൈലിയുടെ പ്രാക്ടീസുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ പലരും ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്നവരുണ്ട്. അപ്പോ മാസത്തിൽ ഒരിക്കൽ ഉപവസിക്കുന്നവരുണ്ട്. വർഷത്തിൽ ഒരു 1-2 തവണ ഉപവാസം എടുക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരും അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്കിവിടെ വർഷത്തിൽ 2 തവണ ഉപവാസം എന്നുള്ള ഒരു രീതി നമ്മൾ സാധാരണ ഫോളോ ചെയ്യാറുള്ളതാണ്. അപ്പോ പുതുതായി വന്നിട്ടുള്ള പല ആളുകൾക്കും നമ്മൾ ഈ ഉപവാസം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളത് ബോധ്യമാകാതെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിങ്ങനെ ഉപവാസം എന്നുള്ളത് ഒരു പ്രഖ്യാപിത പരിപാടിയായിട്ട് കൊണ്ടുപോകാറില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ആണ് ഈ ഉപവാസം കഴിഞ്ഞുള്ള ആ പരിപാടി തന്നെ എന്തുകൊണ്ടാണ് ഈ ഉപവാസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളതിന് ഒരു വിശദീകരണം നൽകാമെന്ന് തോന്നിയത്. അപ്പൊ ഉപവാസത്തിനല്ല സത്യത്തിൽ വിശദീകരണം. കാരണം ഉപവാസം എന്നുള്ളത് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും. പക്ഷെ എന്തിനു ഉപവസിക്കുന്നു എന്നുള്ള ഒരു വശമുണ്ട്. അല്ലെങ്കിൽ ഉപവാസം നമ്മളിങ്ങനെ ഒരു വ്യവസ്ഥയായി കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അവിടെയാണ് ആരോഗ്യ സ്വാശ്രയത്വം എന്നുള്ള ആ ഒരു വിഷയത്തിന് പ്രസക്തി വല്ലാതെ വരുന്നത്. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ആരോഗ്യം നൽകാൻ ആർക്കാണ് കഴിയുക? വൈദ്യനോ, ആശുപത്രിക്കോ, സമൂഹത്തിനോ, സംസ്കാരത്തിനോ എന്ന്. ഇപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ആരുടെ ദാനമാണ് എന്നൊരു അവസ്ഥ. ഇപ്പോൾ ഒരു അസുഖം വന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ ജീവിതശൈലിയിൽ, ഇപ്പൊ സാധാരണ സമൂഹത്തിന്റെ ഒരു ജീവിതശൈലിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുക എന്നുള്ളത് ഒരു നാട്ടുനടപ്പാണ്. അപ്പോ അത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം നല്ലപോലെയുള്ള ആളുകളാണ് ഈ നാട്ടുനടപ്പിന് വിധേയരാവുക പെട്ടെന്ന്. അല്ലാത്ത ആളുകൾ ഏതെങ്കിലും വല്യമ്മമാര് പറയുന്നത് കേട്ടിട്ട് വീട്ടിലിരിക്കും. വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ഉടനെ തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് ഓടി പോവുക, മരുന്ന് കഴിക്കുക എന്നുള്ളത് ഒരു 3-4 തലമുറയായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ്. അപ്പൊ അസുഖം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസം, ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യ സാക്ഷരത നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് സത്യത്തിൽ അസുഖം എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി ആശുപത്രിയാണ് എന്ന ധാരണയിലേക്ക് നമ്മൾ എത്തിപ്പറ്റിയിട്ടുള്ളത്. ഗാന്ധിജി ആ പോസ്റ്ററില് നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. കാരണം ഈ ചിത്രം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് ഏതാണ്ട് 2 വയസ്സിലാണ് ഞാൻ പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. 2-2.5 വയസ്സിലൊക്കെ. ആ കാലം മുതൽ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തില് ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രമാണ് ഗാന്ധിജി കുനിഞ്ഞു നിന്ന് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന ആ ഒരു ചിത്രം. അപ്പോ നമ്മുടെ നാട്ടില് ഗാന്ധിജിയാണ് ഈ ആരോഗ്യ സ്വാശ്രയത്വം എന്നുള്ള കാര്യത്തിന്റെയും ഐക്കോൺ, അല്ലെങ്കിൽ സ്വാശ്രയത്വം എന്നുള്ള ഒരു ആശയത്തെ നമുക്ക് മുഖ്യമായും പരിചയപ്പെടുത്തിയത് ഗാന്ധിജിയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേരിലാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാശ്രയത്വം എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഒരു ജീവിക്കുന്നത് ജൈവ ജാലികയുടെ ഭാഗമായി, ജൈവ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്, അതിലെ ഒരു കോശമായിട്ട് അല്ലെങ്കിൽ ഒരു അവയവമായി ജീവിക്കുമ്പോൾ അതിന് വേണ്ടുന്നതെല്ലാം തന്നെ പ്രകൃതിയിൽ വിധാനിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രകൃതിയെ അത്തരത്തിലൊരു എല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ ശരീരമായി മനസ്സിലാക്കുന്ന സമയത്ത് പ്രകൃതി എന്ന മഹാശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് ഓരോ ജീവരാശി. ഇപ്പോ ഭൂമി എന്ന അല്ലെങ്കിൽ പ്രകൃതി എന്ന ആ ഒരു സംവിധാനത്തിന്റെ ഒരു അവയവമാണ് മനുഷ്യരാശി എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ധർമ്മമുണ്ട് ചെയ്യാൻ. ആ മനുഷ്യരാശി എന്നുള്ള അവയവത്തിലെ ഒരു കോശമാണ് ഒരു മനുഷ്യനായിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ. ഇവിടെയുള്ള ഓരോ ജീവികളും നമ്മൾ തിരിച്ചറിയുന്ന, എന്നെ പോലെ മറ്റൊരു ജീവി എന്ന രീതിയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഓരോ ജീവിയും, ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സത്തയും ഇതുപോലെ
പ്രകൃതിയാകുന്ന മഹാശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ ഓരോ കോശങ്ങളാണ്. ഈ കോശങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അഥവാ ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കോശത്തെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് ആ മഹാശരീരത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഏതുപോലെ നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തെ അതാത് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ജീവന്റെ ഉത്തരവാദിത്തമാണ്. ജീവൻ എന്നാൽ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനം. ആ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തിന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് അതിനകത്ത് അവയവങ്ങൾ വേണ്ടി വരുന്നു. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം, പുറം ചൊറിയണമെങ്കിൽ കൈ വേണം. അപ്പോ പുറം ചൊറിയേണ്ടി വരും എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് കയ്യെ ആ സ്ഥാനത്ത് ശരീരം ഉറപ്പിച്ചിട്ടുള്ളത്. ആ കൈക്കകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പുറം ചൊറിയുന്ന സമയത്ത് ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ചലിക്കണമെങ്കിൽ അവിടെ അതിനകത്ത് പേശികൾ വേണം, പേശികൾക്കകത്ത് കലകൾ വേണം, കലകൾക്കകത്ത് കോശങ്ങൾ വേണം. അപ്പൊ ആ പ്രത്യേക രീതിയിൽ ഇത് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ധർമ്മം നിർവഹിക്കാൻ പറ്റുന്നത്. അപ്പൊ അതാത് സ്ഥലത്ത് ഇതിനെ കൊണ്ട് നിർത്തുന്നത് ആരാണ്? അത് ജീവനാണ്. അപ്പോൾ ജീവനാണ് ഈ ശരീരത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വെറും സൈഗോട്ടായിരുന്ന സിക്താണ്ഡമായിരുന്ന ആ ഒരു സംയുക്ത കോശത്തെ വിപുലപ്പെടുത്തി ഇത്രയേറെ അവയവങ്ങളും ഇത്രയേറെ കോശങ്ങളുമുള്ള ഒരു ബൃഹത് സംവിധാനമാക്കി രൂപകൽപ്പന ചെയ്തെടുത്തത് ജീവനാണ്. അപ്പൊ ആ ജീവൻ രൂപകൽപ്പന ചെയ്ത ഈ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യാനുള്ളതാണോ അത് സ്വയം ചെയ്യുക എന്നുള്ളതാണ്. പുറം ചെറിയണമെങ്കിൽ അപ്പുറത്തൊരാളെ വിളിച്ച് വരുത്തി എന്റെ പുറം ഒന്ന് ചൊറിഞ്ഞതാന്ന് പറയേണ്ട ഒരവസ്ഥ സത്യത്തിൽ നമുക്കില്ല. അത് ചെയ്യാനുള്ള പാകം, അത് ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. അത് നൽകിക്കൊണ്ടാണ് നമുക്ക് കൈയും കാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. അപ്പോ എന്നെ ഈ സ്ഥലത്ത് ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ചുറ്റും വിധാനിച്ചിട്ടുണ്ട് പ്രകൃതി. ഇപ്പോ ഒരു കോശത്തെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ശരീരത്തിന്റെ ജീവൻ ആ കോശത്തെ അവിടെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ആ കോശത്തിന് ചുറ്റും കോശാന്തര ദ്രവങ്ങളുണ്ട്, അതിനു ചുറ്റുമുള്ള കലകളുണ്ട്. ഈ കലകളിൽ നിന്നുമാണ് അതിനു വേണ്ടുന്ന ഘടകങ്ങൾ, അതിനു വേണ്ടുന്ന പോഷണങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കോശത്തിന് അവൈലബിൾ ആകുന്നത്. ഇതെല്ലാം തന്നെ ആ കോശം പരിശ്രമിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ആ കോശത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചുറ്റും വിധാനിച്ചു വെച്ചിട്ടുണ്ട്. ആ വിധാനത്തിൽ നിന്നാണ് ശരീരകോശങ്ങൾ ഓരോന്നും അതിന് വേണ്ടുന്ന പോഷണങ്ങളെ എടുക്കുന്നത്. അത് എടുക്കാനുള്ള പാകം, എടുക്കാനുള്ള പക്വത, എടുക്കാനുള്ള ശേഷി എന്നത് കോശത്തിനുണ്ട്. അത് നൽകാനുള്ള ഉത്തരവാദിത്വം, ദൗത്യം, അതിനനുസരിച്ചുള്ള ഒരു വിതരണക്രമം അതിന്റെ ചുറ്റുപാടിനുമുണ്ട്. ഇവ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തിലാണ് ഈ ഒരു കോശം അവിടെ നിൽക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ പ്രകൃതിയിൽ നിൽക്കുന്നത്. പ്രകൃതിയിൽ നിന്നും വേണ്ടുന്നത് എടുക്കാൻ നമുക്ക് ശേഷിയുണ്ട്. വേണ്ടുന്നത് എടുത്തു വേണ്ടതെന്തോ അത് ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. അത് സ്വയം ചെയ്യാനുള്ള ശേഷിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിന് ആ ശരീരത്തിന്റെ ആ ഏകകോശാവസ്ഥയിൽ നിന്നും ഇത്രയും ബൃഹത്തായ ഒരു ശരീരമാക്കി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുക്കാൻ ശരീരത്തിന്റെ ജീവന് കഴിഞ്ഞിട്ടുണ്ട്. അതാത് സമയത്ത് അതിന്റെ പരിസരത്തു നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ, പാരിസ്ഥിതിക ഘടകങ്ങളെ നമ്മൾ വേണ്ടും വിധം സ്വീകരിച്ച് ശരീരത്തിനകത്ത് സ്വാംശീകരണം നടത്തി വേണ്ടാത്തതിനെ ഒഴിവാക്കാൻ ശരീരത്തിന് കഴിയും. അതാണ് ജീവന്റെ സ്വഭാവം. ഈ വിധത്തില് തന്റെ പരിസരത്തുള്ള ഘടകങ്ങളെ തന്നിലൂടെ കടത്തിവിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനെ ശരീരമാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയ, ഈ പ്രക്രിയയിലൂടെയാണ് ശരീരം ജീവനെ നിലനിർത്തുന്നത്. അതിനാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുക, ചയാപചയ പ്രക്രിയ എന്ന് പറയുക. അപ്പൊ ഈ പ്രക്രിയയിലൂടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഘടകങ്ങളെല്ലാം കടന്നു പോകുന്ന സമയത്ത് ശരീരത്തിന് വേണ്ടുന്നത് എന്തോ അതെല്ലാം അവിടെ ലഭിക്കും. ഇത് മറ്റൊന്നിന്റെ സഹായത്തോടെയല്ല, പരിസര ഘടകങ്ങളും താനും ഒരു വ്യവസ്ഥയുടെ ഭാഗമായതുകൊണ്ട്, ആ ജീവജാലികയുടെ ഒരു ബയോ നെറ്റ്വർക്കിന്റെ ഭാഗമായതുകൊണ്ട് ഇവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിന്റെ പുറത്താണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇത് പരസ്പരാശ്രയത്വമാണ്, അല്ലാണ്ട് പരാശ്രയത്വമല്ല. എന്റെ പരിസരത്തുള്ള ഘടകങ്ങൾ എന്റെ ശരീരത്തിലേക്ക് ചേർക്കുക എന്നുള്ളത് എന്റെ ശരീരത്തിന്റെ ജൈവതയുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് അത് അവിടെ നിന്ന് എടുക്കുന്നു, ശരീരത്തിന് വേണ്ടുന്നത് അതിൽ നിന്നും എടുക്കുന്നു, വേണ്ടാത്തതിനെ പരിസരത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ് നിരന്തരം നടക്കുന്നത് പരസ്പരാശ്രിതത്വത്തിലൂടെയാണ്. അതിനാണ് പരസ്പരാശ്രിതത്വം, പരസ്പരം ആശ്രയിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഈ പരസ്പരം ആശ്രയിക്കുന്ന സമയത്തും ഈ പ്രവർത്തനങ്ങൾ, അതായത് സ്വീകരിച്ച് സ്വാംശീകരിച്ച് വെളിയിലേക്ക് കൊടുക്കുന്ന പ്രക്രിയ, എന്റെ ശരീരത്തിലെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുന്ന പ്രക്രിയ ഒരിക്കലും വെളിയിൽ നിന്നല്ല ചെയ്യുന്നത്, അത് ചെയ്യുന്നത് അകത്തു നിന്നാണ്. അകത്തെ ജീവനാണ് ശരീരത്തെ
പരിചരിക്കുന്നത്. ആ ജീവന്റെ പ്രത്യേകത എന്താ? ഏകകോശത്തിൽ നിന്നും ഈ ബൃഹത്തായ സംവിധാനത്തെ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി വികസിപ്പിച്ചതാണ് ആ ശരീരം. ഉണ്ടാക്കിയവനാണ് അത്. അതിന് കേടുപാട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കേടെന്നറിയുക? കേടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും ഈ ഉണ്ടാക്കിയവനാണ് അറിയുക. അപ്പൊ ഈ ജീവനാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ ആ ജീവൻ അറിയാം ഇതെവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. ആ പ്രശ്നങ്ങളെ പരിചരിക്കാൻ വേണ്ടിയുള്ള ശേഷിയുള്ള ഒരു മഹാവ്യവസ്ഥയാണ് ശരീരം. ഈ ശരീരത്തിന്റെ ഈ ശേഷിയെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ പരിചരിക്കാനുള്ള ആ ശേഷിയാണ് ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? ജീവൻ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി കൊണ്ടുപോകാനുള്ള അതിന്റെ ശേഷിയാണ് ആരോഗ്യം എന്ന് പറയുക, അല്ലെ? ഒരു വ്യവസ്ഥ, ഒരു ശരീരമായിക്കോട്ടെ, ഒരു യന്ത്രമായിക്കോട്ടെ, ആ യന്ത്രം അല്ലെങ്കിൽ ആ ശരീരം അത് കൃത്യമായി അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പ്രവർത്തനം അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കാനുള്ള അതിന്റെ ശേഷിയാണ് അതിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുപോലെ എന്റെ ശരീരത്തിന്റെ പ്രക്രിയകൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ശേഷിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ ശരീരത്തിലേക്ക് ഞാൻ കുറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ദഹനം കഴിഞ്ഞ് സ്വാംശീകരണം കഴിഞ്ഞ് വേണ്ടാത്തവയെ വെളിയിലേക്ക് തള്ളുക എന്നുള്ളത്, വിസർജിക്കുക എന്നുള്ളത് എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഈ വിസർജനം എന്നുള്ളത് നമ്മൾ സുഖമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഈ സുഖത്തിന് ഭംഗം വരും. വിസർജനം നിരന്തരമായി നടക്കേണ്ട കാര്യമാണ്, അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. നെഗറ്റീവാണെന്ന്, ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് മോശമാണ്, നീചമാണ്, നികൃഷ്ടമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ മലവിസർജനം നടന്നില്ല എന്ന് വെച്ചാൽ ശരീരത്തിന് ശുദ്ധമായി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മലവിസർജനം എന്നുള്ളത് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ശുചീകരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ശുചീകരണം നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ദുർഗന്ധം ഉണ്ടാവും. ശുചീകരണം നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ശുചീകരണത്തിന്റെ സമയത്തെല്ലാം തന്നെ ശരീരത്തിന് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ സുഖത്തെ ഭംഗം വരുത്തും. അതുകൊണ്ടാണ് ഈ ശുചീകരണ പ്രക്രിയ, ശരീരത്തിനെ ക്രമീകരിക്കുന്ന ശരീരത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ പലപ്പോഴും സുഖക്കേട് അഥവാ അസുഖം എന്ന് വിളിക്കുന്നത്. അസുഖം വരുമ്പോ നമ്മൾ ഉടനെ തന്നെ ഈ അസുഖത്തെ നിർത്താനാണ് ശ്രമിക്കുക. ശരീരത്തിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് പലതരം അസ്വാഭാവിക അവസ്ഥകൾ വന്നു ചേർന്നു. അപ്പോ ഹൈപ്പോതലാമസ് ശരീരത്തിന്റെ അകത്തേക്ക് ഒരു സൂചന കൊടുക്കും. പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് തൽക്കാലം നിർത്തിവെച്ച് വെളിയിലേക്കുള്ള ഊർജത്തിന്റെ വിസരണം നിർത്തിവെച്ച് ആ ഊർജം മുഴുവൻ ഉള്ളിലെടുത്ത് ആ ഉള്ളിൽ അതിനെ ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയ നടത്താൻ പാകത്തിലുള്ള ചൂട് ജനറേറ്റ് ചെയ്ത് അനുചിതമായവയെല്ലാം പുറത്തേക്ക് തള്ളുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ ഹൈപ്പോതലാമസിന് ശരീരം ഒരു നിർദ്ദേശം കൊടുക്കും. ആ സമയത്ത് നമുക്ക് പനി വരും. പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാസ്ഥ്യം, നമ്മൾ സുഖമായിട്ട് മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്വാസ്ഥ്യം എന്നുള്ളത് നഷ്ടമാകും. ഇത് നഷ്ടമാകുമ്പോൾ സുഖം നഷ്ടമായി എന്നുള്ളൊരവസ്ഥ വരുമല്ലോ. അത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അവസ്ഥയെ നിർത്താനായിട്ട് ഹൈപ്പോതലാമസിന് മറ്റൊരു എതിർ നിർദ്ദേശം കൊടുക്കും. അതാണ് ഔഷധങ്ങൾ എന്ന് പറയുന്നത്. ഈ ഔഷധങ്ങൾ വഴി നമ്മൾ അതിനെ അടിച്ചമർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ ഈ വിസർജന പ്രക്രിയ നിൽക്കുകയും അസുഖം അവിടെ നിൽക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ വിസർജന പ്രക്രിയയാണ് ഇവിടെ സ്റ്റോപ്പായത്. ആ വിസർജന പ്രക്രിയ ഇവിടെ സ്റ്റോപ്പാകുന്നതോടുകൂടി ഈ അസുഖം എന്നുള്ള പ്രക്രിയയും അവിടെ സ്റ്റോപ്പായി. അപ്പൊ നമ്മൾ വീണ്ടും സൗഖ്യത്തിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ശാന്തായി. ഞാൻ വളരെ എന്റെ അസുഖമൊക്കെ മാറി നമ്മൾ വിചാരിക്കും. അസുഖമാണോ മാറിയത്? ഇപ്പൊ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുള്ള ആ പോക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജനത്തിന് കാരണമാകുന്ന ഹേതുക്കളാവുന്ന മലം വെളിയിലേക്ക് പോയി. പിന്നെ ശരീരം ശുദ്ധമാണ്. പിന്നെ ശരീരത്തിന് ലോഡില്ല. നമുക്ക് ആ ടോയ്ലറ്റിൽ പോകാനുള്ള ചോദനയെ നമ്മൾ നിർത്തിയാലോ? ഈ മലമകത്ത് കിടക്കുകയാണ്, അത് വെളിയിലേക്ക് പോകുന്നില്ല. അത് അവിടെ തന്നെ നിന്നുകൊണ്ട് പിന്നെ അടുത്ത പുലിവാലുകൾ കാണിക്കാൻ തുടങ്ങി, ഇല്ലേ? ഇതുപോലെ തന്നെ ശരീരത്തിനകത്ത് നിന്നും വെളിയിലേക്ക് പോകേണ്ടവയെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ശരീരം ശാന്തമാകും, ശരീരം ബാലൻസ്ഡ് ആവും. അതിനെ നമ്മൾ തല്ലിക്കെടുത്തിരുന്ന ആ പ്രക്രിയ കൃത്യമായിട്ട് നടക്കാതെ വരും. അത് പിന്നീട് ഇതിലും വലിയ വിപുലപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. ഇതാണ് സാധാരണ ഇതിന്റെ ഒരു മെക്കാനിസം. അപ്പോ ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നും നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ശരീരത്തിന് ഈ അസുഖം വരുന്ന സമയത്ത്, സുഖഭംഗം വരുന്ന സമയത്ത് അതിനെ നിർത്താനായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ഔഷധങ്ങൾ, ഈ സുഖഭംഗം എന്നുള്ളതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വൈദ്യന്മാർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആശുപത്രികൾ, അത്തരം മനോചിത്രമുള്ള സമൂഹം, അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള സംസ്കാരം, ഇവയെല്ലാം തന്നെ നമുക്ക് ആരോഗ്യമല്ല തരിക. നമുക്ക് തരുന്നത് അനാരോഗ്യമാണ്, നമുക്ക് തരുന്നത് രോഗമാണ്, നിത്യരോഗമാണ്. നമുക്കൊരു ശരീരത്തിനൊരു അസ്വാസ്ഥ്യം വന്നു കഴിഞ്ഞാൽ ആ അസ്വാസ്ഥ്യത്തിൽ നിന്നും വിടുതൽ നേടുക എന്നുള്ളത് ആ വിസർജന പ്രക്രിയ പൂർത്തീകരിച്ചുകൊണ്ടാണ്. ആ വിസർജനം പൂർത്തീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്
ആ അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റ് ജോലികൾ ചെയ്യുന്നതിന് പകരം ഈ അസുഖത്തെ വീണ്ടും 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 സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നതിന് പകരം അവയെ ഒഴിവാക്കി ശരീരത്തെ വിശ്രമിപ്പിക്കുക എന്നുള്ളതാണ്. ശരീരത്തെ വിശ്രമിപ്പിക്കുന്ന സമയത്ത് ശരീരം അതിന്റെ സ്വാഭാവിക വിസർജന പ്രക്രിയയുടെ വഴിയിലൂടെ കടന്നുപോകും. അത് കടന്നു പോകുന്ന സമയത്ത് ശരീരം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അത് തന്നെ കുറച്ച് നാൾ തുടർന്നാൽ, ഉപവാസത്തിന്റെ ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ള ചുവടുവെപ്പാണ് ഉപവാസം. പക്ഷെ ഉപവാസം ശരിയാം വിധം നമ്മൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക? നമ്മൾ 2015-ലോ 2016-ലോ ഉള്ള ഒരു നൊബേൽ പ്രൈസ് എന്തിനാണുള്ളതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഓട്ടോഫേഗി എന്നുള്ള ഒരു പ്രതിഭാസത്തെയാണ്. ശരീരത്തിന്റെ സ്വയം ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഓട്ടോഫേഗി എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത്. ഓട്ടോഫേഗി പറയുന്നത് എന്താണ്? ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം നൽകിയാൽ ശരീരം വെളിയിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുന്ന പരിപാടിയെ നിർത്തിക്കഴിഞ്ഞാൽ ശരീരം ഉടനെ തന്നെ ശരീരത്തിനകത്ത് സംഭരിച്ചു വെച്ചിട്ടുള്ള ദഹിക്കാത്ത ഭക്ഷണവും അല്ലെങ്കിൽ അനുചിതമായ ഭക്ഷണവും എല്ലാം എടുത്ത് അതിൽ നിന്നും വേണ്ടുന്ന ഊർജവും പോഷണങ്ങളും സ്വീകരിച്ച് വേണ്ടാത്തവയെ ഒഴിവാക്കുകയും കോശങ്ങളെ പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്യും. അതുവഴി ശരീരത്തിലെ കേടുപാടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പുനർനിർമ്മിച്ച് കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ഇത് നൊബേൽ പ്രൈസ് കിട്ടിയപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത്. അതിനു മുമ്പ് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇത് ഒരു മെക്കാനിസമായിട്ട് നമ്മുടെ എല്ലാം ശരീരത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആർക്കും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ആളുകൾ കുറച്ചൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഉപവാസം എന്നുള്ള പ്രക്രിയ ഇതാണ്. അപ്പോ ആരോഗ്യ സ്വാശ്രയത്വം എന്നുള്ള ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഇതിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് മറ്റൊരാളുടെ ഉത്തരവാദിത്വമല്ല, അത് സ്വന്തം ജീവന്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ വെച്ചാൽ ജീവനെ ഇതിനെ അനുവദിക്കുക എന്നുള്ളത്, ജീവന് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത്. ജീവന്റെ പ്രവർത്തനത്തെ തല്ലിക്കെടുത്തലല്ല ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അത് അനാരോഗ്യ പ്രക്രിയയാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അസുഖം വരുന്നതിന്റെ കാരണം എന്തെന്ന് ബോധ്യമാകാതെ ആ അസുഖം എന്നുള്ള ഒരവസ്ഥയില് സ്വാസ്ഥ്യത്തിലേക്ക് പോകണമെങ്കിൽ ശരീരത്തിന് പൂർണ്ണ വിശ്രമം നൽകുകയാണ് വേണ്ടത് എന്നറിയാതെ നമ്മൾ അതിനെ തല്ലിക്കെടുത്താനായിട്ട് ഏത് വിധത്തിലുള്ള ചികിത്സ ചെയ്താലും അത് ആരോഗ്യത്തെ ഹനിക്കലാണ്. ആരോഗ്യത്തെ ഹനിക്കാനുള്ള അത്തരം പ്രക്രിയകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആരോഗ്യ സ്വാശ്രയത്വത്തിന്റെ ആദ്യത്തെ ചുവട്. ആദ്യത്തെ അല്ല, സമ്പൂർണ്ണമായിട്ടുള്ള ചുവട്. ആരോഗ്യ സ്വാശ്രയത്വത്തിൽ ആദ്യം വേണ്ടത് ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അതായത് ശരീരം എന്നുള്ളത് സ്വയം പ്രവർത്തന സംവിധാനമാണെന്ന്, ജീവൻ എന്നുള്ളത് സ്വയം പ്രവർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശരീരത്തെ രൂപകൽപ്പന ചെയ്തത് ഏതെങ്കിലും ഔഷധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യനോ ഏതെങ്കിലും വൈദ്യശാസ്ത്രമോ ഏതെങ്കിലും ഒരു സമൂഹമോ ആശുപത്രിയോ ഒരു സംസ്കാരമോ ഒന്നുമല്ല. ഇത് ജീവൻ എന്നുള്ള പ്രതിഭാസമാണ് ശരീരത്തെ ഈ രൂപത്തിൽ ഒരു സ്വയം പ്രവർത്തന സംവിധാനമായി ഉണർത്തിയെടുത്തത്. അത് നിർമ്മിച്ച ആ മഹാസംവിധാനത്തിനറിയാം അതിൽ ഏതെങ്കിലും അപാകങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ അപാകങ്ങളെ തിരുത്തി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ. ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള അതിന്റെ ശേഷിയെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. ആ ജീവനുള്ള ശരീരത്തിൽ ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ ആ വഴിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഇതിനാദ്യമായി വേണ്ടത് എന്താണ്? ശരീരം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ശരീരം എന്നുള്ളത് ഒരു സ്വയം പ്രവർത്തന സംവിധാനമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇത് ജീവജാലങ്ങൾക്കുണ്ട്. ഇപ്പൊ പട്ടിക്കോ പൂച്ചയ്ക്കോ കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ സ്വാഭാവിക ഭക്ഷണമായ മാംസം കഴിക്കുന്നത് വിട്ടത് പോയി പുല്ല് തിന്നും. ഹെർബിവോറസിന്റെ ഭക്ഷണമായിട്ടുള്ള പുല്ല് തിന്നും. ഈ പുല്ല് തിന്നുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പട്ടി എന്തിനാ പോയി പുല്ല് തിന്നെന്ന് നമ്മൾ ആലോചിക്കും. അതിന്റെ ദഹനക്കേട് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് സ്കൂളിൽ പോയി പഠിച്ചതല്ല, അത് അതിന്റെ സഹജവാസനയെ ഫോളോ ചെയ്യുന്നതാണ്. അതേസമയം നമ്മൾ നമ്മുടെ സഹജവാസനയെ വിട്ടു. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ക്ഷീണം തോന്നിയാൽ ക്ഷീണത്തെ നമ്മൾ ഭയക്കും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ക്ഷീണിക്കുന്നതിന്റെ അർത്ഥം എന്താ? വെളിയിലേക്കുള്ള ഊർജ്ജം ചെലവാക്കരുത്, ആ ഊർജ്ജം ഉള്ളിലേക്ക് എടുക്കൂ, നിങ്ങൾ വിശ്രമിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നാക്കിന് അരുചി തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം എന്താ? നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരിക്കൂ എന്നുള്ളതാണ്. നമുക്ക് ഇതെല്ലാം ഭയമാണ്. ആ ഭയം എവിടെന്നാ വന്നത്? നമ്മുടെ ഈ ആധുനിക വിദ്യാഭ്യാസം എന്ന രീതിയിൽ നമ്മുടെ സ്കൂളിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ മീഡിയ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടിയ ഒരു അവസ്ഥയിൽ നിന്നാണ്. ആ വിദ്യാഭ്യാസം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ആരോഗ്യത്തെ സ്വാശ്രയത്വം ഉണ്ടാക്കാൻ കഴിയില്ല. ആരോഗ്യ സ്വാശ്രയത്വം നഷ്ടപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, ആരോഗ്യ വ്യവസായത്തിന്റെ ആവശ്യമാണ്. അവിടെ വൈദ്യന് ഇപ്പോ യഥാർത്ഥ വൈദ്യ സമൂഹങ്ങളിലൊക്കെ തന്നെ വൈദ്യനെ, പണ്ഡിതനെ നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ ദൗത്യമാണ്. ഇവിടെ സമൂഹത്തിന്റെ ദൗത്യം വൈദ്യനെ നിലനിർത്തലാണെങ്കിൽ, വൈദ്യനെ അയാളെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടതാണെങ്കിൽ വൈദ്യന്റെ ദൗത്യമാണ് സമൂഹം ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നുള്ളത്. അപ്പോ സമൂഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് വൈദ്യനെ നിലനിർത്തുക എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കുമ്പോൾ? സമൂഹം ആരോഗ്യത്തിലായിരിക്കുമ്പോൾ.
സമൂഹം ദുരിതത്തിലാകുമ്പോൾ വൈദ്യനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വൈദ്യനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് ഇവിടെ കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അസുഖം വന്നത്. അപ്പൊ ആ സമയത്ത് അയാളാണ് അവിടെ പണിയെടുക്കേണ്ടത്. അല്ലാത്ത സമയത്ത് സമൂഹത്തെ, ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒരു വൈദ്യനെ നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അതിന് നേരെ എതിർപക്ഷമല്ലേ നമ്മൾ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് രോഗം ഉണ്ടാകുമ്പോഴാണ് വൈദ്യന് ലാഭം. അപ്പൊ രോഗം ഉണ്ടാക്കുക എന്നുള്ളതിലാണ് വൈദ്യന്റെ ശ്രദ്ധ, വൈദ്യശാസ്ത്രത്തിന്റെ ശ്രദ്ധ. അപ്പൊ ആ വഴിക്കാണ് ഇന്നത്തെ ലോകം പോകുന്നത്. നമ്മൾ പറയുന്ന ഈ ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഗാന്ധിജി മുൻപോട്ട് വെച്ച, അല്ലെങ്കിൽ അതുപോലെയുള്ള JC കുമരപ്പയും ഒക്കെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സംവിധാനത്തില് ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ശരീരത്തിന് സ്വാഭാവികമായി പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെന്നുള്ള തിരിച്ചറിവ് നേടുക എന്നുള്ളതാണ്. ഈ ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമല്ല കേട്ടോ. ആരോഗ്യം എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ? അത് കൃത്യമായിട്ട് ഭക്ഷണമാണ്. ഒരു പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ്. ഈ ഭക്ഷണം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, എത്ര ദൂരം യാത്ര ചെയ്ത് തളർന്നതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥ നമുക്ക് അറിയില്ല. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇപ്പോ ജപ്പാൻകാരൊക്കെ എന്ന് വെച്ചാൽ ഭക്ഷണം ഈ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുക എന്നുള്ള കാര്യം പോലും അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. കാരണം അവർക്ക് അത്രയും സമയം കൂടെ കുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അത്രയും സമയം ജീവിതത്തിന് നഷ്ടമാകുന്നു. അതിന് പകരം അത് ഈ ATM ഉണ്ടല്ലോ, ടെല്ലർ മെഷീനിൽ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ വാങ്ങിച്ചു കഴിച്ചാൽ മതി എന്നുള്ള ധാരണയുള്ള ജപ്പാൻകാരുണ്ട്. ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ നാടും, അല്ലെ? നമ്മൾ സ്വിഗ്ഗിയിലോ മറ്റോ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് സാധനം എത്തും. നമ്മളത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണമായി എന്നുള്ള ഒരു കാലമാണ് നമുക്കുള്ളത്. അങ്ങനെ ആയിരുന്നോ നമ്മുടെ പ്രാചീന കാലത്തെ ജീവിതം എന്നത്? പ്രാചീന കാലത്ത് ഒരുപാട് കാലമല്ല, നമ്മൾ ഒരു 2 തലമുറ മുന്നിലുള്ളത്. നമുക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്നും സ്വീകരിച്ച് അവയെല്ലാം കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവ ചേർത്ത് വെച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ലേ? അതായത് അരി വേണമെങ്കിൽ, അരിയും നമ്മുടെ ഭക്ഷണമാണോ എന്നുള്ള തർക്കത്തിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അരി വേണമെങ്കിൽ നമ്മുടെ വയലിലുണ്ടാക്കി, പച്ചക്കറി വേണമെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടാക്കി അവ നമ്മൾ കഴിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ആരോഗ്യ സ്വാശ്രയത്തിന്റെ മറ്റൊരു പക്ഷം, ഭക്ഷ്യസ്വാശ്രയത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധത്തില് ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ മാനസിക സ്വാശ്രയത്വം എന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സമൂഹത്തെയോ വേറെ ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്നതിന് പകരം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ശരീരത്തിന്റെ ജീവൽ പ്രവർത്തനങ്ങളെ, കൃത്യമായിട്ട് ധർമ്മങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണ സംവിധാനമാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഈ പഠനം എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഇതും യഥാർത്ഥത്തിൽ ഗുരുകുലങ്ങളിൽ നിന്ന് പണ്ട് കിട്ടിയിരുന്നതാണ്. വൈകാരിക ബുദ്ധി, വൈകാരിക സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങൾ, വികാരങ്ങളെയും ബുദ്ധിയെയും വിവേകത്തെയും എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ആ വൈകാരിക മാനസിക സ്വാശ്രയത്വം എന്നുള്ള കാര്യം, ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം കൃത്യമായിട്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെയെല്ലാം, ഇപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് ശരീരത്തെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന കാര്യങ്ങളെയെല്ലാം സ്വാധീനിക്കുന്ന മനസ്സാണ്. ഈ മനസ്സിനെ സ്വാധീനിക്കുന്ന വികാരങ്ങളും വിവേകവും ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരം ആരോഗ്യത്തിന്റെ പൂർണ്ണതയിലാവുക? അതുണ്ടാവില്ല. ഇതുപോലെ നമ്മളിപ്പോ നമ്മുടെ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന, നമ്മൾ നമ്മുടെ പരിസരമായിട്ട് ഇടപെടുന്ന കാര്യമുണ്ടല്ലോ, നമ്മളും നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്നതിന്റെ ആ ഒരു ആൽഗോരിതത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുക. നമ്മളും നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല. വേറെ ആരെങ്കിലും ഒക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിലോ, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, നമുക്ക് ഒരു അഭിപ്രായമില്ല എന്നുള്ള അവസ്ഥ എത്തിയാലോ അവിടെ നമുക്ക് ആരോഗ്യം എന്നുള്ളത് നഷ്ടമാകും. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ ഭരണപരമായ സ്വാശ്രയത്വം നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഈ പഞ്ചായത്തി രാജ് എന്നൊക്കെ പറയുന്ന ഒറിജിനൽ ആയിട്ടുള്ള സാധനം. ഇന്ന് നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സാധനം അല്ല. യഥാർത്ഥത്തിൽ ഗാന്ധിജിയും കുമരപ്പയൊക്കെ മുൻപോട്ട് വെച്ചിട്ടുള്ള ആ ത്രിതല സംവിധാനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ വിധത്തില് ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാശ്രയത്വത്തിന്റെയും ഭക്ഷ്യസ്വാശ്രയത്വത്തിന്റെയും മാനസിക സ്വാശ്രയത്വത്തിന്റെയും ആത്മീയ സ്വാശ്രയത്വത്തിന്റെയും ആകത്തുകയാണ്. ഇത്തരം ആകത്തുകകളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാണ് ആരോഗ്യ സ്വാശ്രയത്വം. ആരോഗ്യ സ്വാശ്രയത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഭക്ഷണ ലംഘനം എന്നുള്ളത്. നമ്മൾ മറ്റു കാര്യങ്ങൾ, ഭക്ഷണ ലംഘനം എന്ന് പറയുമ്പോൾ ആദ്യം ഭക്ഷണത്തെ ലംഘിക്കുമ്പോൾ അത് നമ്മുടെ വികാരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഇടപെടലുകളെയും ഒക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം ഇടപെടലുകളിൽ നിന്നൊന്നും മാറി നിന്ന് കഴിയുമ്പോൾ ശരീരവും മനസ്സും എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനുള്ള ആ ഒരു പ്രതിഭാസം, അതായത് റെസിലിയൻസ് എന്നുള്ള സംവിധാനം ശരീരത്തിൽ പ്രവർത്തിക്കും. അപ്പൊ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും, ശരീരം അതിന്റെ നോർമൽ സ്റ്റേജിലേക്ക് വരും.
ഇതെത്തിക്കാൻ വളരെ സിമ്പിളാണ്. ഇതൊക്കെയാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്. വളരെ ഇപ്പോ നമുക്കൊരു ദേഷ്യം വരുന്ന അവസ്ഥയിൽ ഉപവസിക്കുക. ആ ദേഷ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം പോയിട്ട് നമ്മുടെ ശരീരം വളരെ ശാന്തമായിട്ടുള്ള പ്രകൃതത്തിലേക്ക് വരും. ഇതുപോലെ നമ്മൾ പരമാവധി ഈ അനുചിതമായ വസ്തുക്കൾ, രാസവസ്തുക്കളോ അല്ലെങ്കിൽ ഔഷധങ്ങളോ മറ്റുള്ള ഇടപെടലുകളോ മറ്റുള്ള മാനസിക ഇടപെടലുകളോ ഇങ്ങനെയുള്ളവ ഒഴിവാക്കി ശരീരത്തെ ശാന്തമാക്കി നിർത്തിയാൽ, ഭൗതികമായും ആത്മീയമായും മാനസികമായും ശാന്തമാക്കി നിർത്തിയാൽ ആരോഗ്യം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ആരോഗ്യ സ്വാശ്രയത്വം എന്നുള്ള ആശയത്തിന്റെ രത്നച്ചുരുക്കം. ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നില്ല. അതേസമയം ഇത് നമ്മുടെ ചുറ്റുപാട്, ഇപ്പൊ പ്രകൃതി ജീവന സമിതികൾ ഇതാണ് പഠിപ്പിക്കുന്നത്. അവിടെ സമ്പൂർണ്ണമായിട്ടും സകലിതമായിട്ടുമാണ് പഠിപ്പിക്കണം ചോദിച്ചാൽ അല്ല, എങ്കിലും അവിടെ അതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഗുരുകുലങ്ങളിലൊക്കെ തന്നെ ഈ ആരോഗ്യ സ്വാശ്രയത്വ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാശ്രയത്വങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഗുരുകുലങ്ങൾ അതിനു വേണ്ടിയാണ്. ഗുരുകുലം എന്ന ടൈറ്റിലുള്ള സ്കൂളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ആ ഗുരുകുല സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ കായിക സ്വാശ്രയത്വത്തിന് വേണ്ടി, മാനസിക സ്വാശ്രയത്വത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ വിധത്തിലുള്ള പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആരോഗ്യ സ്വാശ്രയത്വത്തിൽ എത്താൻ കഴിയുക. അത് ഭക്ഷ്യ സ്വാശ്രയത്വം ഉണ്ടാവണം, മാനസിക സ്വാശ്രയത്വം ഉണ്ടാവണം, ആത്മീയ സ്വാശ്രയത്വം ഉണ്ടാവണം, രാഷ്ട്രീയ സ്വാശ്രയത്വം ഉണ്ടാവണം, കായിക സ്വാശ്രയത്വം ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ഉണ്ടാകുന്ന സമയത്താണ് ആരോഗ്യ സ്വാശ്രയത്വം എന്നുള്ളത് സമ്പൂർണ്ണമായിട്ട് ഉണ്ടാവുക. അപ്പൊ അതിലേക്കുള്ള ഒരു യാത്ര നടത്തുക എന്നുള്ളതാണ് നവഗോത്ര സമൂഹത്തിന്റെ ഒരു പ്രധാന ദൗത്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തില് സ്വാശ്രയത്വം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആ സ്വാശ്രയത്വം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ശാന്തമായി തലയുയർത്തി സമാധാനത്തോടു കൂടി ജീവിക്കാനും അതിലൂടെ മരണത്തെ പുൽകുവാനും നിങ്ങൾക്ക് കഴിയും. എന്നുവെച്ചാൽ ഇത് ചെയ്തതുകൊണ്ട് മരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ശാന്തമായി ജീവിക്കണം. നമ്മുടെ ജീവിതാവസാനം വരെ ശാന്തമായിരിക്കണം. ആ ശാന്തമായിരിക്കാനുള്ള ഒരു ടൂളാണ് ആരോഗ്യ സ്വാശ്രയത്വം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉപവസിച്ചത്. അപ്പോ അതിനൊരു വിശദീകരണം ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നി. വിശദീകരണം പൂർണ്ണമായോ തൃപ്തികരമായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ചോദിച്ചുകൊണ്ട് ബാക്കിയിലേക്ക് നമുക്ക് കടക്കാം. അതുവരേക്കും ഈ വിഷയം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം.